ബീവറേജ് ഔട്ട്ലെറ്റുകൾക്ക് പുറമെ സംസ്ഥാനത്ത് ഇനി 27 പഞ്ചനക്ഷത്ര ഹോട്ടലുകളും 33 ക്ലബ്ബുകളും മാത്രം. 4 സ്റ്റാറിനും 3 സ്റ്റാറിനും ബാർ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. അതേസമയം ബാർ പൂട്ടുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ അധ്യക്ഷനായ സുപ്രീംകോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടി. ബാർ ഉടമകൾ സമർപ്പിച്ച അപ്പീലുകൾ തള്ളിയെങ്കിൽ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗമാണ് ഇതെന്നും അതുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കണം എന്നും പറഞ്ഞാണ് ഈ വിധിന്യായത്തിന്റെ സുപ്രധാനമായ ഒരു വസ്തുത. മദ്യനയം വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാർ ഉടമകൾ സുപ്രീംകോടതിയിൽ വാദിച്ചത്. തുല്യതയ്ക്കുള്ള അവകാശത്തിനുള്ള ഭരണഘടനയുടെ 14-ാം വകുപ്പിലായിരുന്നു കേസിലെ വാദപ്രതിവാദങ്ങളുടെ പ്രസക്ത ഭാഗവും കേന്ദ്രീകരിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ കോടതി വിധി എതിരായെങ്കിലും തുടർ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. വിധി ഇപ്പോൾ ഗവൺമെന്റിന് അനുകൂലമായിട്ടാണ് വിധി വന്നിരിക്കുന്നത്. പക്ഷേ അടുത്ത നടപടി ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് വേണമെന്ന് ചെയ്യും. നല്ലതുപോലെ പഠിച്ചതിന് ശേഷം ഒരു പുനർചിന്തനം നടത്തണം എന്നാണ് അസോസിയേഷന്റെ ആവശ്യം. എല്ലാ ഹർജികളും തള്ളുന്നു എന്ന ഒറ്റവരിയിലായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം. 9 ദിവസങ്ങളിലായി 38 മണിക്കൂർ കോടതി വാദം കേട്ടിരുന്നു. ഇക്കാര്യവും വിധി പറയവേ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. വിധിയിലെ അപാകതകൾ കാണിച്ച് പുനഃപരിശോധനാ ഹർജി നൽകുക എന്നുള്ളതാണ് ഇനി ബാർ ഉടമകൾക്ക് മുന്നിലുള്ള നിയമവഴി. പ്രഗത്ഭരായ അഭിഭാഷകരുടെ ഏറെ ദിവസം നീണ്ട വാദപ്രതിവാദത്തിനൊടുവിൽ ബാർ ലൈസൻസ് കേസിൽ സർക്കാർ നിയമവിജയം ചൂണ്ടിയിരിക്കുന്നു. പക്ഷേ സർക്കാരിന് മുമ്പിൽ രാഷ്ട്രീയമായ ആശങ്ക ഇപ്പോഴും ബാക്കിയാണ്. സുപ്രീംകോടതിക്ക് മുമ്പിൽ നിന്നും ടി കെ റാഷിദ്, മീഡിയ 1, ഡൽഹി.